ഹായ്, പാവയ്ക്ക കൊണ്ടൊരു കറി വെച്ചാലോ? തേങ്ങയൊന്നും അരയ്ക്കാതെ വെച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് വെച്ചതെന്ന് നോക്കാം. ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ടേ. അത് നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന കൂട്ട് അരിഞ്ഞെടുത്ത് ഉപ്പുകൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വാടി വരണം കേട്ടോ. കൊച്ചുള്ളി ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട. ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ അതാണ്ട് ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്ന് അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ആ ഉപ്പിട്ട് പുരട്ടി വെച്ചില്ലായിരുന്നു പാവയ്ക്ക, അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇളക്കി ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വെക്കണം. അത് ആവിയിലൊന്ന് വേവണം. നമുക്ക് മെഴുക്കുവരട്ടിക്കൊക്കെ നമ്മൾ വേവിച്ചെടുക്കത്തില്ലേ, അതുപോലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതുകൂടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണേ, വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട്. എന്നിട്ട് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലൊന്ന് സൈഡിലോട്ട് കൂട്ടി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ടായിരുന്നു. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കണം. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമ്മൾ പുളിയിട്ട് വെച്ച് വെള്ളം പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ശർക്കര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ നല്ലതാണ്. അപ്പം തേങ്ങ അരയ്ക്കാത്ത ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും മെഴുക്കുവരട്ടിയൊക്കെ അല്ലേ വെക്കുന്നത്, ഇതുപോലെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വന്നാൽ നമ്മുടെ പാവയ്ക്ക കറി റെഡിയാണേ. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണേ. ബൈ.